കാളകൾ പയ്യാവൂരപ്പനെ വണങ്ങി. തിരുനടയിൽ അരി സമർപ്പിച്ച് തൊഴുകൈകളോടെ കുടകരും. പയ്യാവൂരിൽ കുംഭം 8-9 ഉത്സവം കുടകരുടേതാണെന്നാണ് വിശ്വാസം. മകരം 28-ന് ആദ്യ സംഘം കുടകർ കാളപ്പുറത്ത് അരിയുമായി പയ്യാവൂരിലെത്തും. മുണ്ടയോടൻ തറവാട്ടുകാരും ബഹൂരിയൻ തറവാട്ടുകാരുമാണ് ആദ്യഘട്ടത്തിൽ അരി സമർപ്പിക്കുന്നത്. കുംഭം 8-ന് നടക്കുന്ന രണ്ടാം ഘട്ടം അരിവരവിനെ കടിയത്ത് 3000-ൻ്റെ അരിവരവ് എന്നാണ് അറിയപ്പെടുന്നത്. പൗരാണികമായി കുടക് സ്വാമിയുടെ ആജ്ഞപ്രകാരം കുടകിലെ ഭക്തരായ സാമാന്യ ജനങ്ങളാണ് കുംഭം 8-ന് പയ്യാവൂരപ്പന് അരി സമർപ്പിക്കുന്നത്. കുംഭം 8-ന് വെള്ളിയാഴ്ച രാവിലെ കുടകർ താഴത്തമ്പലത്തിൽ അരി സമർപ്പിച്ചു. രാത്രി കുടകർ പയ്യാവൂരപ്പൻ്റെ സന്നിധിയിൽ തുടികൊട്ടിപ്പാടി ഉറഞ്ഞു തുള്ളി തങ്ങളുടെ ആവലാദികളും വേവലാദികളും ഉരിയാട്ടുപറയിലൂടെ പയ്യാവൂരപ്പൻ്റെ മുന്നിൽ അർപ്പിച്ചു. കാളപ്പുറത്തും വാഹനങ്ങളിലുമായി കൊണ്ടുവന്ന അരി പയ്യാവൂരപ്പൻ്റെ തിരുനടയിൽ സമർപ്പിച്ചു. തുടർന്ന് ഋഷഭാഞ്ജലി എന്ന ചടങ്ങ് നടന്നു. കിരാതമൂർത്തിയുടെ ഊട്ടുത്സവത്തിന് വേണ്ട അരിയുമായി എത്തിയ കാളകൾ മടങ്ങുന്നതിന് മുമ്പ് പയ്യാവൂരപ്പനെ തിരുനടയിൽ വന്ന് വണങ്ങുന്ന ചടങ്ങാണ് ഋഷഭാഞ്ജലി. അരിയുമായി എത്തിയ കാളകൾ ഓരോന്നായി തങ്ങളുടെ യജമാനന്മാരോടൊപ്പം പയ്യാവൂരപ്പനെ വണങ്ങി. കാളകൾ തൊഴുത ശേഷം അരിയളവ് നടന്നു. രാത്രി നടക്കുന്ന ചേടിച്ചേരി കുട്ടാവ് ദേശവാസികളുടെ ഊട്ടുകാഴ്ച കുംഭം 9-ാം തീയതിയിലെ ഉത്സവത്തിൻ്റെ അതിവിശിഷ്ടമായ ചടങ്ങാണ്. രാത്രി തെയ്യമ്പാടി പാട്ടും കുടകരുടെ തുടികൊട്ടിപ്പാട്ടോടും കൂടിയാണ് ശനിയാഴ്ചത്തെ ഉത്സവ ചടങ്ങുകൾ സമാപിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, കുവൈറ്റ് ആൻഡ് കണ്ണൂർ.